കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീദുർഗായൈ നമഃ. ശ്ലോകം 27 ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, 26 നമ്മൾ പറഞ്ഞു, ദേവിയുടെ ഏത് രൂപം ആണെങ്കിലും, എങ്ങനെ സൗമ്യരൂപമാണെങ്കിലും ഘോരരൂപമാണെങ്കിലും എന്ത് രൂപമാണെങ്കിലും ഞങ്ങളെ ഏത് രൂപത്തിൽ വന്നിട്ടെങ്കിലും ഏത് രൂപത്തിലായാലും വേണ്ടില്ല, ഞങ്ങളെ എല്ലാ സമയത്തും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 27 വായിക്കാം. ഖൽഗശൂലഗദാദീനി യാനി ശസ്ത്രാണി തേംബികേ കരപല്ലവ സംഗീനി തൈ രക്ഷാസ്മാം തഥാ ഭുവം. എന്താണ് 27 അംബികേ, അതായത് അംബികെ ഭഗവതി, തേ കരപല്ലവ സംഗീനി, അതായത് അവിടുത്തെ കയ്യിൽ വിളങ്ങുന്ന എന്തൊക്കെ, ഖൽഗ ശൂല ഗദാദീനി, അതായത് വാള് ശൂലം ഗദ തുടങ്ങിയ ഏതൊക്കെ ശസ്ത്രങ്ങളുണ്ടോ അതൊക്കെ തൈഹി അസ്മാൻ രക്ഷ, ഞങ്ങളെ രക്ഷിച്ചാലും, തഥാ ഭുവം രക്ഷ, അതേപോലെ തന്നെ ഈ ഭൂലോകവാസികളെ മുഴുവനും കാത്തു രക്ഷിച്ചാലും. അതായത് ദേവന്മാർ അവരെ കാത്തു രക്ഷിക്കണമെന്ന് മാത്രമല്ല പറയുന്നുള്ളൂ. അതായത് അംബികയുടെ കയ്യിലുള്ള ആ പിന്നെന്താണ്, ഇതുപോലെ എന്താ പറയുക, അംബികയുടെ കൈത്തളിരിൽ എന്നാണ് പറയണം, തളിര് പോലെയുള്ള കയ്യിൽ വിളങ്ങണ എല്ലാ ആയുധങ്ങളും ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളെ മാത്രമല്ല, തഥാ ഭുവം രക്ഷ, ഈ ലോകത്തിലത്തെ എല്ലാവരെയും ഭഗവതി രക്ഷിക്കണേ എന്ന നല്ല പ്രാർത്ഥന അല്ലേ. എല്ലാവർക്കും വേണ്ടി ഞങ്ങളെയും ലോകത്തെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ എന്ന്. പിന്നെ ഇതിൽ മറ്റേ ശാസ്ത്രികളുടെ ബുക്കിൽ ഇതിലും തൈരസ്മാൻ രക്ഷ സർവതഃ എന്നാണ്. അതായത് ഞങ്ങളെ എല്ലായിടത്തു നിന്നും കാത്തു രക്ഷിക്കണമെന്നായാലും ശരിയാണ്, പക്ഷേ ഇങ്ങനെയും പറയാമെന്ന് മാത്രം. തൈ രക്ഷാൻ തഥാഭൂവം, ഇതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ലോകത്തിലത്തെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. അല്ലെങ്കിൽ ഞങ്ങളെ മാത്രം എല്ലാ ദിക്കിൽ നിന്നും കാത്തു രക്ഷിച്ചാലെന്നാണ് മറ്റേ കേട്ടോ. പക്ഷേ ഈ തൈഹി രക്ഷാസ്മാം തഥാഭുവം എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് സ്വാർത്ഥതയില്ലാത്തൊരു പ്രാർത്ഥനയാണല്ലോ. ഞങ്ങളെ രക്ഷിക്കണം, ലോകത്തിലെല്ലാവരും രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഖൽഗശൂലഗദാദീനി യാനി ശാസ്ത്രാണി തേംബികേ കരപല്ലവ സംഗീനി തൈ രക്ഷാസ്മാം തഥാ ഭുവം. ഇനി 28 ചെയ്യാം. കഴിഞ്ഞു, സ്തുതി കഴിഞ്ഞു കേട്ടോ. 27 ശ്ലോകത്തോടെ സ്തുതി കഴിഞ്ഞു. ഇനി ഏവം സ്തുതാസുരൈർദേവി കുസുമൈർനന്ദനോദ്ഭവൈ അർച്ചിതാ ജഗദാം ധാത്രി തഥാ ഗന്ധാനുലേപനൈ. അപ്പോൾ എന്താണ് 28 പിന്നെ ഇങ്ങനെ ദേവിയെ മുഴുവനും ഇപ്പോൾ ഋഷി പറയണതാണത്. അതായത് ദേവന്മാരുടെ സ്തുതി കഴിഞ്ഞു. അപ്പോൾ ഋഷി പറയാണ് സുരഥ രാജാവിനോട് പറയാണല്ലോ ഇപ്പോൾ അത് കഥ. അപ്പോൾ പറയാണ് എന്താ, ഏവം ഇപ്രകാരം ജഗതാം ധാത്രി, ഈ ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയായിട്ടുള്ള ഭഗവതി, അതായത് ലോകത്തെ താങ്ങി നിർത്തുന്ന ഭഗവതി. ജഗത് ധാത്രി പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ജഗത് ജനനിയാണ്. ആരാണ്? ജഗത് ധാത്രിയാണ്. ലോകത്തിനെ മുഴുവനെ താങ്ങി നിർത്തുന്നത് മീൻസ് ലോകത്തിൻ്റെ സബ്സ്ട്രാറ്റമാണ്. അങ്ങനെയാണ് അല്ലേ. സുരൈഹി സ്തുത, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട്, നന്ദനോദ്ഭവ്യൈഹി ദിവ്യൈഹി കുസുമൈഹി, അതായത് നന്ദനോദ്യാനത്തിൽ, സ്വർഗത്തിലത്തെ നന്ദനോദ്യാനത്തിലുണ്ടായ ഈ ദിവ്യ കുസുമം, അതായത് ദിവ്യപുഷ്പങ്ങളെ കൊണ്ടും. ഈ സ്തുതി കഴിഞ്ഞപ്പോഴേ
ഇങ്ങനെ ദേവിയെ സ്തുതിച്ചു. സ്തുതി കഴിഞ്ഞിട്ട് നന്ദനോദ്യാനത്തിലത്തെ വളരെ ദിവ്യമായ പുഷ്പങ്ങളെ കൊണ്ടും തഥാ ദിവ്യൈഹി ഗന്ധാനുലേപനൈഹി, അതുപോലെ ദിവ്യമായ അതായത് വളരെ നല്ല കുറിക്കൂട്ടുകളെ കൊണ്ടും അർച്ചിത ദേവി ആരാധിക്കപ്പെട്ടു. അതായത് എന്തൊക്കെയാണ് സുഗന്ധദ്രവ്യങ്ങളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ വെച്ചാൽ ചോരവാനര കർപ്പൂര കുങ്കുമാകരു ചന്ദനൈ ജടാഗോരോചനാഭ്യം തു ശാക്തേയം ഗന്ധമഷ്ടകം. 8 സുഗന്ധദ്രവ്യങ്ങളാണത്രേ നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അത് ചിലതൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അടവിക്കച്ചോലം, കറും തുളസി, കർപ്പൂരം അത് നമുക്കറിയാം, കുങ്കുമം, അഖില ചന്ദനം അതും നമുക്കറിയാം, ജടാമാന്തി, ഗോരോചനവും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള അഷ്ടഗന്ധങ്ങളെ കൊണ്ടുള്ള കുറിക്കൂട്ട് കൊണ്ടാണ് ദേവിയെ അലങ്കരിച്ചത് കേട്ടോ. പിന്നെ അതെ, ഇനിയും അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണം നമുക്ക് നോക്കാം. അപ്പോൾ അതായത് അഷ്ടഗന്ധങ്ങൾ കുറിക്കൂട്ടുണ്ടാക്കി ദേവിയെ ചാർത്തി ഈ സ്തുതി കഴിഞ്ഞിട്ട് വളരെയധികം ദിവ്യപുഷ്പങ്ങളെ കൊണ്ട് ദേവിയെ ആരാധിച്ചു. അത് കഴിഞ്ഞ് വളരെ ദിവ്യങ്ങളമായ കുറിക്കൂട്ടുകളെ കൊണ്ട് ദേവിയെ അലങ്കരിച്ചു. പിന്നെ 28 വായിച്ചിട്ട് 29 വായിക്കാം. ഏവം സ്തുത. അപ്പം സ്തുതി കഴിഞ്ഞിട്ടാണ് പറയണത്. അതായത് ഇത് മഹർഷി സൂര്യനോട് പറയാണ്, ദേവന്മാർ ഇപ്രകാരം സ്തുതിച്ചു, എന്നിട്ട് പിന്നെ പൂവ് ചാർത്തി പിന്നെ കുറിക്കൂട്ട് അണിയിച്ചു ദേവിയെ എന്ന് പറയാണ് കേട്ടോ. 29. ഏവം സ്തുതാസുരൈർദേവി കുസുമൈർനന്ദനോദ്ഭവൈ അർച്ചിതാ ജഗതാം ധാത്രീ തഥാ ഗന്ധാനുലേപനൈ. 29. ഭക്ത്യാ സമസ്തൈസ്ത്രിദശൈർ ദിവ്യധൂപൈ സുധൂപിത. ഈ ധൂപം പ്രാഹ പ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. കുറിക്കൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ധൂപം ദീപമൊക്കെ ഉണ്ടല്ലോ, അതേപോലെ. അപ്പോൾ 29 എന്താ? സമസ്തൈഹി ത്രിദശൈഹി, എല്ലാ ദേവന്മാരാലും 33 കോടി ദേവന്മാരാലും ഭക്തിയോടുകൂടി ദിവ്യൈഹി ധൂപൈഹി സുധൂപിത, ദിവ്യമായ ധൂപങ്ങളാൽ ദേവി ധൂപിതയായി, ധൂപം കാണിച്ചു. പ്രസാദസുമുഖി, അപ്പോഴേക്കും ദേവിക്ക് വളരെ പ്രീതിയായി. ഇവരുടെ പൂജയിലും സ്തുതിയിലും ദേവി പ്രസാദിച്ചിട്ട് പ്രസന്നവദനയായിട്ട്, അതാണ് പ്രസാദസുമുഖി. പ്രണതാൻ സമസ്താൻ സുരാൻ പ്രാഹ, നമസ്കരിച്ച് കിടക്കണ എല്ലാവരും നമസ്കരിക്കുകയാണ്, എല്ലാ ദേവന്മാരും. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് മുമ്പിൽ കിടക്കുന്ന ആ ദേവന്മാരോടായി ദേവി പറഞ്ഞു. ദേവി പറയണതാണ് 30ാമത്തെ ശ്ലോകം കേട്ടോ. ഈ 27 വരെ ദേവന്മാരെ സ്തുതി, 28, 29 സുമേധ മഹർഷി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന് ആരോട് പറയുക? സുരഥൻ മഹാരാജാവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ കുറിക്കൂട്ടും ചന്ദനവും ധൂപവും ദീപവും ഒക്കെ കാണിച്ചു. എന്നിട്ട് ദേവി വളരെ തൃപ്തിയായിട്ട് പ്രസന്നവദനയായിട്ട് ദേവി ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അതാണ് താൻ സമസ്താൻ സുരാൻ പ്രാഹ വെച്ചാൽ തൻ്റെ മുമ്പിൽ പ്രണതാൻ നമസ്കരിച്ച് കിടക്കുന്ന എല്ലാ ദേവന്മാരോടുമായി ദേവി ഇപ്രകാരം പറഞ്ഞു. ഇനി അടുത്തത് 30 ദേവി പറയണതാണ് കേട്ടോ. ഏവം സ്തുതാസുരേ 30 വായിക്കാം, 29 വായിക്കാം, എന്നിട്ടാണ് 30 കേട്ടോ. ഭക്ത്യാ സമസ്തൈസ്ത്രിദശൈർ ദിവ്യയു ധൂപൈ സുധൂപിത പ്രാഹ പ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. അതായത് പ്രണമിച്ച് കിടക്കുന്ന ദേവന്മാരോട് ദേവി പറഞ്ഞു. എന്താ പിന്നെ ധൂപത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ധൂപത്തിന് ഉപയോഗിക്കുകയെന്ന്. കുറിക്കൂട്ടിന് നമ്മൾ പറഞ്ഞില്ലേ, കർപ്പൂരം, കുങ്കുമം, അഖില, ചന്ദനം, ഗോരോചനം, അങ്ങനെ 8 പറഞ്ഞുവല്ലോ. ഇനി എന്തൊക്കെയാണ് ധൂപത്തിന് കത്തിക്കാനേ, ധൂപം ഉണ്ടാക്കാൻ എന്താ എന്നും പറയുന്നുണ്ട്. എന്താ അറിയോ? തുരുഷ്കാഗരു കർപ്പൂര സിത ചന്ദന ഗുൽഗുലൂൻ ദദ്യാത് പഞ്ചവിധം രൂപം സമുക്ഷിപ്യ പുനഃ. അതായത് കുന്തുരുക്കം എന്ന് പറഞ്ഞ സാധനം, അഖില,
കർപ്പൂരം, അകില് മറ്റേലും ഉണ്ട്, കുറിക്കൂട്ടിലുണ്ട്, കർപ്പൂരമുണ്ട്, വെളുത്ത ചന്ദനം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, ഗുൽഗുലു എന്നീ 5 തരം വസ്തുക്കളാണ് അത്രേ പുകയ്ക്കാനുള്ള ധൂപം ഉണ്ടാക്കാൻ. എന്തായാലും അത് വെറുതെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇനി 30 ദേവി പറയാൻ കേട്ടോ. എനിക്ക് സന്തോഷമായി നിങ്ങളുടെ സ്തുതിയും നിങ്ങളുടെ പൂജയും ആരാധനയും കൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഞാൻ പ്രീതയായി എന്ന് പറയാൻ പോവുകയാണ് ദേവി. തുഷ്ടാസ്മി സ്തോത്രമുഖ്യേന തഥൈവാരാധനേന ച സുരാമാംസോപഹാരേണ ഭക്ത്യാ ചാനന്യപൂർവയാ. ഇനി എന്താണ് ഇതിൽ പറയണത് വെച്ചാൽ, ദേവി വാചയാണെന്ന് തന്നെ പറയാം. അവിടെ ദേവി വാചെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും ദേവി പറയണതാണ്. ഹേ സുര, അല്ലയോ ദേവന്മാരെ, സ്തോത്രമുഖ്യേന അഹം തുഷ്ട അസ്മി. അതായത് നിങ്ങൾ ഇത്ര വിശേഷപ്പെട്ട സ്തോത്രങ്ങൾ ചൊല്ലി എന്നെ സ്തുതിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ പ്രസന്നയായിരിക്കുന്നു. തുഷ്ട പറഞ്ഞാൽ എന്താ? സന്തോഷമുള്ളവളായി എന്നർത്ഥം. അതായത് ഭഗവതി പ്രസാദിച്ചു. ഇവരുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവതി ശരിക്കും നല്ലോണം അവരിൽ പ്രീതയായി എന്ന് തന്നെ അർത്ഥം. അതാണ് അഹം തുഷ്ട അസ്മി, നിങ്ങളുടെ ശ്രേഷ്ഠമായ സ്തുതി കൊണ്ട് ഞാൻ പ്രസന്നയായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രീതയായിരിക്കുന്നു. തഥാ ഏവ, അതുപോലെ തന്നെ സുരാമാംസോപഹാരേണ ആരാധനേന ച, മദ്യം മാംസം മുതലായ നൈവേദ്യമൊക്കെ എനിക്ക് അർപ്പിച്ചുല്ലോ, അതും അങ്ങനെയുള്ള ആരാധന കൊണ്ടും എന്തായി, ഞാൻ വളരെ സന്തുഷ്ടയായിരിക്കുന്നു. അനന്യപൂർവ്വയ ഭക്ത്യ, അവരെ എങ്ങനെയാണ് ആരാധിച്ചത്? അനന്യഭക്തിയോട് കൂട്ട്. അതുകൊണ്ടാണ് അത്ര ഭക്തിയോട് കൂട്ടാണ്. ഈ തുഷ്ട അസ്മി, ഞാൻ വളരെ സന്തുഷ്ടയായിരിക്കുന്നു എന്ന് ദേവി പറഞ്ഞു. അപ്പം ഇവിടെ മാംസവും മദ്യവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശ്ലോകം ചില വേർഷനിലില്ല. പക്ഷേ മാംസവും മദ്യം എന്ന് പറയണത് ഇപ്പോൾ ഈ സുരാപാനം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭഗവതി അത് കുടിച്ചിട്ട് പിന്നെ മഹാസുരൻ്റെ നേർക്ക് പോയി എന്നൊക്കെ നമ്മൾ വായിച്ചുല്ലോ. അപ്പോൾ ഒന്നുകിൽ അന്നത്തെ കാലത്ത് അത് നൽകുന്നുണ്ടായിരിക്കാം. കൃഷിയൊന്നും അത്ര പുരോഗമിക്കാത്ത കാലത്ത് ധാന്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ പറ്റാത്തതുകൊണ്ട് അന്നൊരു പക്ഷേ അവർ ഭക്ഷിക്കണത് അതല്ലേ പറ്റുള്ളൂ. അവർ ഭക്ഷിക്കണതിൻ്റെ ഒരംശം ഭക്ഷിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് നൽകിയതാവാം. അല്ലെങ്കിൽ മാംസം എന്നുള്ളതിന് ശരിക്കും ഇപ്പോൾ ഫ്ലഷ് എന്ന് അർത്ഥം ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക്. ഞാൻ വേറൊരു ദിക്കിൽ വായിച്ചു, മാംസം എന്നുള്ളതിന് അർത്ഥം ഈ വളരെ ഫ്ലഷി ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ടാണെങ്കിലും അങ്ങനെ പറയാമെന്ന്. ധാരാളം ഫ്ലഷുള്ള ഫ്രൂട്ടേ. ഇപ്പോൾ ഞാൻ പറയാം, അപ്പോൾ എന്തൊക്കെ ഇല്ലേ നമുക്ക് ഇപ്പോൾ ഒരു പപ്പായൊക്കെ എടുത്താൽ അങ്ങനെയാണല്ലോ. നല്ല പഴുത്ത പപ്പായ വെച്ചാൽ ഒരുപാട് ഫ്ലഷ് ഉണ്ട്, അതിൽ കുറച്ച് കുരുവൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ടാണെന്നും അങ്ങനെ എടുക്കാം. എന്തായാലും അത് നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രധാനമായിട്ട് എന്താ, ഇതിലേറ്റവും പ്രധാനം അറിയോ, അനന്യപൂർവ്വയാ ഭക്തിയാച്ച, എന്ത് നൽകുകയാണെങ്കിലും അനന്യഭക്തിയോടുകൂടെ നൽകിയാൽ ഭഗവതി പ്രസാദിക്കും. അതാണിപ്പോൾ ഭഗവതി ഇതിൽ പറയണത്. നിങ്ങൾ ചെയ്ത സ്തുതിയും നിങ്ങളെനിക്ക് നിവേദിച്ച നൈവേദ്യവും നിങ്ങൾ അനന്യഭക്തിയോടുകൂടി ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അനന്യഭക്തിയോടുകൂടി നിങ്ങൾ എന്നെ ആരാധിച്ചു, എന്നെ സ്തുതിച്ചു. ആ ആരാധന കൊണ്ടും സ്തുതി കൊണ്ടും തുഷ്ട അസ്മി, ഞാൻ വളരെ സന്തുഷ്ടയായിരിക്കുന്നു. ഇനി വരം ചോദിച്ചോളാൻ പറയും, അതാണ് സന്തുഷ്ടയായിട്ടേ. അപ്പോൾ 30 വായിച്ചിട്ട് 31 പോവാം. തുഷ്ടാസ്മി സ്തോത്രമുഖ്യേന തഥൈവ ആരാധനേന ച സുരാമാംസോപഹാരേണ ഭക്ത്യാ ചാനന്യപൂർവയാ. ഇനി സ്തോത്രേണാനേനയർച്ചന്തി ഭയകാല ഉപസ്ഥിതേ തേഷാം ഭയം വിനേതാസ്മി കാമാനിഷ്ടാൻ ദദാമി ച. എന്നിട്ട് എന്താ ദേവി പറയണേ? യേ ഭയകാലേ ഉപസ്ഥിതേ. അതാണ് ദേവി പറയണത്. എന്താ അറിയോ, ഈ ആർക്കാണ് ഭയം വരുമ്പോൾ, ഏ ഭയകാല ഉപസ്ഥിതി, ആർക്കാണ് ഭയം വരുന്നൊരവസ്ഥ വരണത്, ഭയം തോന്നുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്, അനേന സ്തോത്രേന മാം അർച്ചന്തി, അവർ ഈ സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിച്ചാൽ,
ആരാണ് ഭയം ഉള്ളൊരവസ്ഥ വന്നിട്ട് നിങ്ങളിപ്പോൾ എന്നെ ചൊല്ലി സ്തുതിച്ചില്ലേ, ആ സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുവോ, തേഷാം ഭയം, അവരുടെ ഭയത്തെ അഹം വിനേത അസ്മി, ഞാൻ അകറ്റുന്നതാണ്. മാത്രമല്ല എന്താ, ഇഷ്ടാൻ കാമാൻ ദദാമീചാം, ഞാൻ അവർക്ക് അഭീഷ്ടമായത് നൽകുകയും ചെയ്യുന്നു. അതും കൂടി ദേവി പറയുന്നുണ്ട്. ബിഫോർ ഇനി നിങ്ങൾക്ക് എന്താ വരം വേണ്ട, ഇനി ഞാൻ പ്രീതിയായിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കണതിൻ്റെ മുമ്പ് എന്താ ദേവി പറയണേ, ലോകത്തിന് വേണ്ടിയിട്ട് എന്താ പറയണേ, നിങ്ങൾക്കിങ്ങനെ ഭയം കൊണ്ടാണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായത് അല്ലേ, ഭയം കൊണ്ട് എന്നോട് അഭ്യർത്ഥിച്ചു മഹിഷാസുരനെ കൊല്ലണമെന്ന്, ഞാൻ വന്നു കൊന്നു. അപ്പോൾ ഭയം കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷം, ഗ്രാറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഈ സ്തുതി. അപ്പോൾ ഭഗവതി എന്താ പറയുന്നത് വെച്ചാൽ, ഇത് ലോകത്തിന് മുഴുവൻ ഹിതത്തിനാവട്ടെ നിങ്ങളുടെ ഈ സ്തുതി. എന്താ വെച്ചാൽ ആർക്കാണ് ഭയം വരണേ, അവർ നിങ്ങളിപ്പോൾ ഈ ചൊല്ലിയ സ്തുതി ഉണ്ടല്ലോ, അതേ സ്തുതി അനന്യഭക്തിയോടുകൂടി എന്നെ മനസ്സിൽ ധ്യാനിച്ച് ചെല്ലിയാൽ അവരുടെ സകല ഭയവും മാറുന്നു. മാത്രമല്ല അവർക്ക് ഞാൻ അഭീഷ്ടമായതെല്ലാം, അവർക്ക് എന്താണ് ആഗ്രഹം അതൊക്കെ ഞാൻ നൽകുകയും ചെയ്യും എന്നാണ് പറയണത് ദേവി. ദേവി ആദ്യം അതാണ് പറയണത്. അതായത് ഇവർ ആര് ചെല്ലിയാലും, നമ്മൾ ആര് ചെല്ലിയാലും അനന്യഭക്തിയോടെ നമുക്ക് ഭയം വരുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ആപത്ത് വരുമ്പോഴോ ആരാണ് ഭഗവതിയെ അനന്യഭക്തിയോടുകൂടി ഇപ്പോൾ ദേവന്മാർ ചൊല്ലിയ സ്തുതി ചൊല്ലിയിട്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിക്കണ, അവർക്ക് എല്ലാ ഭയവും മാറ്റുന്നത് മാത്രമല്ല അവരുടെ എല്ലാ അഭീഷ്ടവും ഞാൻ സാധിച്ചു കൊടുക്കുന്നതാണ് ദേവി പറഞ്ഞത് കേട്ടോ. സ്തോത്രേണാനേനയർച്ചന്തി ഭയകാല ഉപസ്ഥിതേ തേഷാം ഭയം വിനേതാസ്മി കാമാനിഷ്ടാൻ ദദാമി ച. അങ്ങനെ ഒരു ശ്ലോകം 11-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ കാട്യായനി നമോസ്തുതേ. ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും പലപ്പോഴും നമുക്ക് അകാരണമായിട്ട് ഭയം ഉണ്ടാവും. എന്താണെന്ന് ശരിയാ, വെറുതെ ഒരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴൊക്കെ ശരിയാണ് ഈ ഏതത്തെ വദനം സൗമ്യം എന്ന് ഭഗവതർ ആ സൗമ്യമായിട്ടുള്ള മുഖം ആലോചിച്ച് ഈ മന്ത്രം ഈ ശ്ലോകം ചൊല്ലിയാൽ ശരിക്കും നമ്മുടെ ഭയം അപ്പം നീങ്ങിട്ടും. എനിക്ക് അനുഭവം തന്നെ ഉണ്ടത്. ഇനി 32 വ്രിയതാം മൂന്ന് വരിയുണ്ട് കേട്ടോ 32. വ്രിയതാം ത്രിദശാഹ സർവേ യദസ്മത്തോഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ സ്തവൈരേഭി സുപൂജിത കർത്തവ്യമപരം യച്ച ദുഷ്കരം തന്നിവേദ്യതാം. ഇനി എന്താ പറയണേ, സർവേ ത്രിദശാഹ, ത്രിദശന്മാരെ പറഞ്ഞു വെച്ചാൽ അസുരന്മാരെ, ദേവന്മാരെ. സർവേ ത്രിദശാഹ യദ് അസ്മത്തഃ അഭിവാഞ്ചിതം. അതെന്താ അറിയോ, സർവേ ത്രിദശ പറഞ്ഞാൽ ഹേ ദേവന്മാരെ, എല്ലാ ദേവന്മാരും. ത്രിദശന്മാരെ പറഞ്ഞാൽ ദേവന്മാരാണ്. സർവേ ത്രിദശാഹ ദേവന്മാരെ, അല്ലയോ ദേവന്മാരെ, യദ് അസ്മത്തം അഭിവാഞ്ചിതം, എൻ്റെ പക്കൽ നിന്ന്, യദ് അസ്മത്തം അതായത് എൻ്റെ കയ്യിൽ നിന്ന്, അഭിവാഞ്ചിതം എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം അത് തത് വ്രിയതാം വരിച്ചുകൊള്ളൂ. ഹേ ദേവന്മാരെ, നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതെന്നോട് ചോദിച്ചോളൂ. എന്തിനാണ് ആഗ്രഹിച്ച അത് എന്നിൽ നിന്ന് വരിച്ചുകൊള്ളുവിൻ. മീൻസ് അതെന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം അല്ലേ. ഏഭി സ്തവൈഹി സുപൂജിത, ഈ സ്തോത്രങ്ങൾ കൊണ്ട് വേണ്ട പോലെ പൂജിപ്പിക്കപ്പെട്ട അഹം അതിപ്രീത്യ ദദാമി, ഞാൻ വേണ്ട പോലെ നിങ്ങളാൽ ഞാൻ വേണ്ട പോലെ ഈ സ്തോത്രത്താൽ ആരാധിക്കപ്പെട്ടു. അതിനെനിക്ക് അഹം അതിപ്രീത്യ, ഞാൻ ഏറിയ സന്തോഷത്തോടെ നർത്ഥം, അത്ര സന്തോഷമായി എനിക്ക് നിങ്ങളുടെ സ്തുതി കാരണം. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് അഭിവാഞ്ചിതം തദ്വ്രിയതാം എന്ന് പറഞ്ഞത്. കാരണം അത്ര എന്താ പറയുക, പ്രീതിയായിരിക്കുന്നു അവരുടെ സ്തുതിയിലെ. അപരം യദ് കർത്തവ്യം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ,
അപ്പം മഹിഷാസുരനെ കൊന്ന് നിങ്ങൾക്ക് സ്വർഗം തിരിച്ചു തരാനാണ് നിങ്ങൾ അന്ന് ചോദിച്ചത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ലതും ഞാൻ സഹായം ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതാണ് അപരം യത് കർത്തവ്യം. വേറെ ഏതെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ നിങ്ങൾക്ക് സഹായത്തിനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തത് ദുഷ്കരം അപീച്ച നിവേദ്യത. അത് ചെയ്യാൻ അങ്ങേയറ്റം വിഷമമുള്ളതാണെങ്കിലും പറയാൻ മടിക്കണ്ടാന്ന് എന്നോട് പറഞ്ഞോളൂ. ചെയ്യാൻ വളരെ വിഷമമുള്ളത് എങ്ങനെ ഇനി ഭഗവതിയോട് പറയുക? അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, മഹിഷാസുരനെ കൊന്ന് സ്വർഗം വീണ്ടെടുത്ത് തരണേന്ന് പറഞ്ഞു, അത് ഭഗവതി ചെയ്തു. ഇനി വേറൊരു കാര്യം ഇതിലും വിഷമായിട്ടുള്ളതുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ വേക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്തു തന്നല്ലേ ഉള്ളൂ, ഇനി ഞാൻ ആദ്യം അതിലും വിഷമമുള്ളൊരു കാര്യം ചെയ്യണമെന്ന് പറയണേന് എന്താ അർത്ഥം എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ അത്ര പ്രീതിയാണ് നിങ്ങളിൽ. എന്ത് വേണമെങ്കിൽ എത്ര വിഷമകരമായിട്ടുള്ളതും പറയാൻ മടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. ദേവിയുടെ ഒരു കാരുണ്യം നോക്കുമല്ലേ. ദേവി പ്രീതയായാൽ പറഞ്ഞില്ലേ, പ്രീതയായാൽ ഹോൾ വംശത്തിനെ കരകയറ്റും. ദേഷ്യയായാലും അതെ അല്ലേ, വംശനാശം വരുത്തും. അതായത് വംശനാശം വരുത്തുകയാണ് നല്ലതെന്ന് ദേവിക്ക് തോന്നിയാൽ വംശനാശം വരുത്തും. അതാണ് അപ്പം ഇതിൽ പറയുന്നത്. കർത്തവ്യം അപരം വെച്ച ദുഷ്കരം. എനിക്ക് ചെയ്യാൻ വിഷമമുള്ളതാണെന്നൊന്നും വിചാരിച്ച് പറയാണ്ടിരിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും പറഞ്ഞോളൂ, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം എന്ന് പറഞ്ഞു. പ്രിയതം ത്രിദശാഹ സർവേ യദസ്മത്തോഭിവാഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ സ്തവൈരേഭി സുപൂജിത. നിങ്ങൾ അത്ര നന്നായിട്ട് എന്നെ ആരാധിച്ചു എന്ന്. കർത്തവ്യമപരം യച്ച ദുഷ്കരം തന്നിവേദ്യതാം. ഇനി 33. ഭഗവത്യാകൃതം സർവം ന കിഞ്ചിദവശിഷ്യതേ യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുര. അപ്പോൾ ദേവന്മാർ മറുപടി പറയാണ്. എന്ത് വരാൻ വേണ്ട ചോദിച്ചോളൂ പറഞ്ഞപ്പോൾ 33 ദേവന്മാർ പറയാണ് എന്ത്? ഭഗവത്യ സർവം കൃതം. ഭഗവതി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു. ഇപ്പോൾ എന്താ അറിയോ, കിഞ്ചിത് ന അവശിഷ്യതയെ, ഇനി ഒന്നും തന്നെ ഞങ്ങളെ സഹായിക്കാൻ ബാക്കിയില്ല. എന്താ വെച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അസ്മാകം ശത്രു, ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള അയം മഹിഷാസുര നിഹത യത്, ആ മഹിഷാസുരൻ വധിക്കപ്പെട്ടു എന്നത് തന്നെ ഇനി അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്കായിട്ട് ഭഗവതി ചെയ്യേണ്ടതായില്ല. ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്നർത്ഥം. അത്ര ഒരു വലിയ കാര്യമാണ് ചെയ്തത് ദേവി. മഹിഷാസുരനെ കൊന്നിട്ട് ഇവരെ രക്ഷിച്ചു എന്നല്ല, ലോകത്രയത്തിനെ രക്ഷിച്ചു. അത്ര ഒരു ദുഷ്ടനായിരുന്നു മഹിഷാസുരൻ അല്ലേ. അപ്പോൾ മഹിഷാസുരനെ കൊന്ന് ഞങ്ങളെ രക്ഷിച്ചതിലും വലുതായിട്ടൊരു കാര്യം ഇനി ഞങ്ങൾക്കൊന്നും സാധിക്കാനില്ല. ഞങ്ങൾ ഭഗവതിയുടെ കാരുണ്യത്തിലും പൂർണ്ണ തൃപ്തരാണ്. ഞങ്ങൾക്ക് അത്ര കൃതജ്ഞതയാണ്. ഇനി ഒന്നും ചോദിക്കാൻ തോന്നാത്ത അത്ര കൃതജ്ഞത ഞങ്ങൾക്കുണ്ടാകുന്നു. അതാണ് വ്യത്യാസം. അവരുടെ ഇത് നോക്കണേ. ദേവി എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ശുദ്ധിയും വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ പലരും എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ പിന്നെയും ചോദിക്കുക, നമ്മളങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ ആൾക്കാരെ. ഭഗവതിയല്ല, നമുക്ക് ആരെങ്കിലും സഹായം ചെയ്തു അപ്പം നനഞ്ഞോടം കുഴിക്കുക ഒന്നും ചെയ്യാനൊന്നും വിചാരിക്കില്ല ദേവന്മാരെന്ന് പറയുക. അതാണ് വളരെ നല്ല. അവർ ഇനി ഒന്നും ചെയ്യാനില്ല, കാരണം ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളതും ഏറ്റവും ഞങ്ങളെ സഹായിക്കുന്ന കാര്യം അങ്ങ് ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റെന്താണ് ഞങ്ങൾക്ക് ചോദിക്കാനൊന്നുമില്ല എന്ന് തന്നെയാണ് പറയണത് കേട്ടോ. അതായത് ഭഗവതിയോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് കൃതജ്ഞതയാണ് ഇതിൽ കാണിച്ചത് കേട്ടോ. ഇനി 34 നമ്മൾ 33 വായിച്ചു, ഇനി 34 കൂടി ചെയ്യാം എന്തായാലും. ഭഗവത്യാകൃതം സർവം ന കിഞ്ചിദവശിഷ്യതേ യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുര. ആ മഹിഷാസുരൻ വധിക്കപ്പെട്ടു എന്നത് തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹമായി എന്ന് പറയാം. ഈ 34 യതിചാവിവരോദേയത് സ്ത്വയാസ്മാകം മഹേശ്വരി
സംസ്മൃത സംസ്മൃത ത്വം നോ ഹിംസേഥാഹ പരമാപദഃ. അപ്പോൾ 34 അല്ലേ? 34. ഹേ മഹേശ്വരി, ഭഗവതി വിളിക്കുകയാണ്. മഹേശ്വരി എന്നാണെന്ന് വിളിക്കണം. മഹേശ്വരൻ്റെ പത്നിയാണല്ലോ. യതി അസ്മാം അപീച്ച യതി വരഹദയ, ഇനി ഞങ്ങൾക്ക് വരം നൽകണമെന്ന്. യതി അസ്മാം അപീച്ച യതി ഹി വരം ദയാന്ന്, വരഹദയാന്ന്. അതായത് ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട, ഞങ്ങൾ തൃപ്തരാണ്, പരിപൂർണ്ണ തൃപ്തരാണ്. പക്ഷെ ദേവിക്ക് ഇനി ഞങ്ങൾക്ക് വരം നൽകി അനുഗ്രഹിക്കണം എന്നാണ് ദേവിയുടെ ഇച്ഛ. ഞങ്ങൾ ഇനിയും കുറച്ചും കൂടി ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകണമെന്ന് ദേവിയുടെ സ്നേഹം കൊണ്ടും ദയ കൊണ്ടും തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനിയും വരം നൽകി അനുഗ്രഹിക്കണം എന്നാണ് ദേവിയുടെ ഇച്ഛ എങ്കിൽ, ത്വം ന പരമാപദഃ, ദേവി ഞങ്ങൾക്ക് ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന ആപത്തുകളെ സംസ്മൃത സംസ്കൃത ഹിംസേഥാഹ, അതായത് ഇനി ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോണ ആപത്തെന്നൊക്കെ ദേവിക്ക് അറിയാലോ. അതിനെയൊക്കെ തന്നെ മുൻകൂട്ടി ആലോചിച്ച് ഇനി വരാൻ പോകുന്ന ആപത്തുകളെ കൂടി നീക്കണേ. ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ദേവി പറഞ്ഞുല്ലോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ടെന്ന് പറഞ്ഞുല്ലോ. അതുകൊണ്ട് പറയാണ്, ഞങ്ങളെ ഇനിയും വരം നൽകി അനുഗ്രഹിക്കണമെന്ന് ദേവിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഒന്നും ആവശ്യമില്ല. ഭാവിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുകൾ വരാൻ ഉണ്ടെങ്കിൽ അത് ദേവിക്ക് മുൻകൂട്ടി അറിയാവുന്ന ആളാണല്ലോ. അതുകൊണ്ട് അതിനെ കൂടി തീർത്തു തരണേ. അതായത് ആപത്തില്ലാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേന്ന് ചുരുക്കം. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് വേറൊന്നും പറഞ്ഞില്ല, ഇപ്പോൾ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. ഈ ഭാവിയിലും ഞങ്ങളെ ഇപ്പം ആപത്തുനിന്ന് രക്ഷിച്ചുല്ലോ, ഇപ്പം ഞങ്ങളെ ആപത്തുനിന്ന് രക്ഷിച്ച പോലെ ഇനി ഭാവിയിലും ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതല്ലേ അത്ഭുതം അല്ലേ? അത് വേണം ഇത് വേണം എന്നൊക്കെ പറയായിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഇനി ഈ ഒരു ശ്ലോകം പിന്നെ ശാസ്ത്രിയുടെ പുസ്തകത്തിൽ ആപത്തുകളിൽ ഞങ്ങൾക്ക് ദേവിയെ സ്മരിക്കാൻ സാധിക്കണമെന്ന് ആണ് അതിൽ പിന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെയാവാം. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആപത്ത് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ആപത്ത് കാലത്ത് ദേവിയെ സ്മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. ദേവിയെ സ്മരിച്ചാൽ ദേവി അനുഗ്രഹിക്കും. അപ്പോൾ ഏത് അർത്ഥമെടുത്താലും വിരോധമില്ല. ആപത്ത് കാലത്ത് ഇപ്പോൾ കുന്തി പറഞ്ഞ പോലെ ആപത്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഓർമ്മിക്കും ഭഗവാനെ. അപ്പോൾ ആപത്ത് കാലത്ത് ഞങ്ങൾക്ക് സ്മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ പിന്നെ ദേവി ഞങ്ങളെ കാത്തു രക്ഷിച്ചോളും. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ വരാൻ പോകുന്ന ആപത്തുകളൊക്കെ മുൻകൂട്ടി കണ്ട് ഞങ്ങളെ അതിന്ന് രക്ഷിക്കണമെന്നും ആവാം. ഞങ്ങൾക്ക് ആപത്ത് വരണ സമയത്ത് ദേവിയെ സ്മരിച്ചാൽ അപ്പം ദേവി ഒന്ന് രക്ഷിക്കണമെന്നും ആവാം. ഏതായാലും പിന്നെ അർത്ഥത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് അതിൽ ഞാൻ കണ്ടതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് 34 വായിച്ച് ഇന്ന് നിർത്താം. 35 നാളെ ചെയ്യാം. കഴിയാറായി ഈ അധ്യായം കേട്ടോ. യതി ചാപിവരോദേയസ്ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃത സംസ്മൃത ത്വം നോ ഹിംസേഥാഹ പരമാപദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.